നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അമേയ ബുദ്ധിമാനായ കൗശിക മാമുനിയുടെ വാക്കുകൾ മഹാതപസ്വിയായ ശതാനന്ദനെ രോമാഞ്ചം അണിയിച്ചു. കൊടും തപസ്സിനാൽ ജാജ്വല്യമാനനായ ശതാനന്ദ ബ്രഹ്മർഷി ഗൗതമമുനിയുടെ സീമന്തപുത്രനാണ്. യഥാർത്ഥ സ്ഥാനങ്ങളിൽ സസുഖം ഇരിക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കാണുന്തോറും വിസ്മയഭരിതനായ ശതാനന്ദൻ ആഹ്ലാദ തള്ളലോടെ ചോദിച്ചു തുടങ്ങി, മാമുനീന്ദ്ര, അനേകം ആയിരം ആണ്ടുകൾ അത്യുഗ്ര തപസ്സിലിരുന്ന് അനശ്വര യശസ് ആർജിച്ച അമ്മയെ രാജകുമാരന് അവിടുന്ന് കാണിച്ചു കൊടുത്തുവോ? ദേഹപ്രാപ്തിയോടെ ഭൂമിയിലെത്തിയ ഏതൊരു ജീവനും പൂജിക്കുവാൻ എല്ലാവിധത്തിലും അർഹനായ ശ്രീരാമകുമാരനെ എൻ്റെ അമ്മ വനവിഭവങ്ങളെ കൊണ്ട് സശ്രദ്ധം പൂജിച്ചില്ലേ? തേജോ ധോമമേ, പണ്ട് ഉണ്ടായ ചരിത്രം ദേവേന്ദ്രൻ എൻ്റെ അമ്മയോട് ചെയ്തതെല്ലാം രാമനോട് പറഞ്ഞില്ലേ? കൗശിക മുനി ശ്രേഷ്ഠ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ശ്രീരാമ ദർശനത്താൽ എൻ്റെ അമ്മ ഗുരുവര്യനായ പിതാവിനോട് ചേർന്നല്ലേ? ഹേ ഗാദിനന്ദന, എൻ്റെ അച്ഛൻ രാമനെ വഴി പോലെ പൂജിച്ചില്ലേ? ആ മഹാനുഭാവൻ്റെ പൂജ മഹാതേജസ്വിയായ രാമൻ സ്വീകരിച്ചില്ലേ? ശാന്തമൂർത്തിയായ അച്ഛനെ ദാശരഥി സശ്രദ്ധം അഭിവാദ്യം ചെയ്തില്ലേ? ശതാനന്ദ ബ്രഹ്മർഷിയുടെ ഇത്തരം ചോദ്യങ്ങൾ കേട്ട വിശ്വാമിത്ര മഹാമുനി വാക്സാമർത്ഥ്യത്താൽ ഉത്തരം ഓതി, മുനിവര്യ, യാതൊരു വിധത്തിലുള്ള തെറ്റും പറ്റിയിട്ടില്ല. ചെയ്യേണ്ടത് ഏതോ അത് ഞാൻ ചെയ്തു. രേണുകാദേവി ഭാർഗവനോട് എന്നതുപോലെ അഹല്യാദേവി ഗൗതമ ബ്രഹ്മർഷിയോട് ചേർന്നു. ബുദ്ധിമാനായ വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ട ശതാനന്ദ തപോധനൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, നരേന്ദ്ര, സ്വാഗതം. എവിടെയും പരാജയം സംഭവിക്കാത്ത വിശ്വാമിത്ര ബ്രഹ്മർഷി വര്യനെ അനുഗമിച്ച് ഇവിടെ എത്തിയത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. തപസ്സുകൊണ്ട് അചിന്ത്യ കർമ്മങ്ങൾ ചെയ്തവനും അതുല്യ തേജസാർന്ന ബ്രഹ്മർഷി ശ്രേഷ്ഠനുമാണ് വിശ്വാമിത്രൻ. ആ മഹാ തേജോനിധി അങ്ങേക്ക് ആശ്രയമായി തീർന്നുവല്ലോ. അത്യുഗ്ര തപോനിധിയായ കൗശികൻ അങ്ങേക്ക് രക്ഷകനായി തീർന്നതിനാൽ ഈ ലോകത്തിൽ അങ്ങയേക്കാൾ ധന്യമായി ആരുമില്ല. മഹാത്മാവായ ഘാതിനന്ദനൻ്റെ കെൽപ്പ് എത്രമാത്രമാണെന്ന കഥ ഞാൻ പറഞ്ഞുതരാം, കേൾക്കൂ. ശത്രുജേതാവായ ഈ ധർമാത്മാവ് അനേകകാലം അവനിയെ സംരക്ഷിച്ച രാജാവായിരുന്നു. സർവവിദ്യാ വിശാരദനായ ഇദ്ദേഹം പ്രജാഹിതങ്ങൾ ധാർമ്മികമായി നിറവേറ്റി. പ്രജാപതിയുടെ സുതനായി കുശൻ എന്നൊരു ഭൂപതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ധാർമ്മികനും ബലവാനുമായ കുശനാഭൻ പേരണ്ടഘാതി കുശനാത്മജൻ. ആ ഘാതിയുടെ സുതനാണ് അതിതേജസ്വിയായ വിശ്വാമിത്ര മഹാമുനി. അനേക വർഷങ്ങൾ വിശ്വാമിത്ര മഹാരാജാവ് പാർത്തലത്തെ നന്നായി ഭരിച്ചു. അക്കാലത്ത് ഒരിക്കൽ അക്ഷൗഹിണി കണക്കിലുള്ള വൻ പടകളോടുകൂടി ഇദ്ദേഹം നാട് നീളെ സഞ്ചരിച്ചു. നഗരങ്ങൾ, രാഷ്ട്രങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, ആശ്രമങ്ങൾ എന്നിവയെല്ലാം സന്ദർശിച്ച് ക്രമത്തിൽ എത്തിച്ചേർന്നത് വസിഷ്ഠ ബ്രഹ്മർഷിയുടെ ആശ്രമത്തിലാണ്. നാനാവർണ്ണങ്ങളോടുകൂടിയ കുസുമങ്ങളും സ്വാദിഷ്ടങ്ങളായ ഫലങ്ങളും നിറഞ്ഞ മാമരങ്ങൾ, സ്വച്ഛന്തം വിഹരിക്കുന്ന പലവിധ മൃഗങ്ങൾ, ഇങ്ങനെ മനോമോഹനമായ വസിഷ്ഠാശ്രമത്തിൽ സിദ്ധന്മാർ, ചാരണന്മാർ, ദേവന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ തുടങ്ങിയവർ എപ്പോഴും വസിക്കുന്നുണ്ട്. പ്രശാന്തങ്ങളായ മാൻസമൂഹം മേയുന്നു. ഉത്തമ പക്ഷികൾ കർണാനന്ദകരമായി പാറുന്നു. ആ പുണ്യസ്ഥലത്തിൽ തപസിദ്ധികളാൽ അഗ്നി തേജസ്സുകൾ ആർന്ന ബ്രഹ്മർഷിമാരും ദേവർഷിമാരും നിറയെ വസിക്കുന്നു. തപസിദ്ധി സമ്പാദിച്ച ചിലർ ജലപാനം മാത്രം ചെയ്യുന്നവരും മറ്റു ചിലർ വായുഭക്ഷകരും വേറെ ചിലർ പഴുത്തു വീണ ഇലകൾ മാത്രം അശിക്കുന്നവരുമാണ്. കായ്ക്കിഴങ്ങുകളെ കൊണ്ട് ദിവസം കഴിക്കുന്നവരും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരും കാമക്രോധ ലോഭാദികളെ അടക്കിയവരും അവരുടെ കൂട്ടത്തിൽ കാണാം. ഇങ്ങനെ തപസ്സിൻ്റെ എല്ലാ പടിയിലുമെത്തിയ മുനീന്ദ്രന്മാർ ജപഹോമ തൽപരരായി വസിച്ചുകൊണ്ട് മറ്റേതോ ഒരു ബ്രഹ്മലോകം പോലെ ആ പുണ്യാശ്രമത്തെ തോന്നിച്ചിരുന്നു. അമിതബലവാനും ജയശീലനുമായ വിശ്വാമിത്രൻ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ പാവന പർണശാലയെ വീണ്ടും നോക്കി ആനന്ദിച്ചു. ആ പുണ്യപ്രദേശത്തെ കണ്ട് സംപ്രീതനായ വിശ്വാമിത്ര മഹർഷി ജപിച്ച് ശ്രേഷ്ഠനായ വസിഷ്ഠ ബ്രഹ്മർഷിയെ പ്രണമിച്ചു. അങ്ങേക്ക് സ്വാഗതം. മഹാത്മാവായ വസിഷ്ഠൻ വിശ്വാമിത്ര രാജനെ സ്വാഗതം ഓതിക്കൊണ്ട് ആസനസ്ഥനാക്കി. ബുദ്ധിമാനമായ രാജശ്രേഷ്ഠന് ആശ്രമവിധി അനുസരിച്ച് കായും കനിയും ഉപഹാരമായി സമർപ്പിച്ചു. വസിഷ്ഠമാമുനിയുടെ പൂജകൾ സ്വീകരിച്ച അരജേന്ദ്രൻ ശിഷ്യന്മാരുടെയും മറ്റെല്ലാവരുടെയും
വിശിഷ്യ തപസ്, അഗ്നിഹോമം തുടങ്ങിയവയുടെയും കുശലം ചോദിച്ചു. വനസ്പതി ഗണമടക്കം എല്ലാം കുശലമാണെന്ന് വസിഷ്ഠൻ പറഞ്ഞതിനു ശേഷം തുടർന്നു. രാജേന്ദ്ര, അങ്ങേക്ക് കുശലമല്ലേ? ഹേ ധാർമ്മിക വീരനായ അങ്ങ് പ്രജകളെ ക്ഷത്രിയധർമ്മം അനുസരിച്ച് കാത്തുരക്ഷിക്കുന്നുണ്ടല്ലോ. ഭൃത്യജനങ്ങളെ കാക്കുന്നില്ലേ? അവർ അങ്ങയുടെ കീഴിൽ നിൽക്കുന്നില്ലേ? ശത്രുക്കളെ മുഴുവൻ പരാക്രമശാലിയായ അങ്ങ് വിജയിച്ചില്ലേ? പടകൾക്കും ഭണ്ഡാരങ്ങൾക്കും അങ്ങയുടെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും ഹേ നരവര കുശലമല്ലേ? ജപശ്രേഷ്ഠനായ ബ്രഹ്മപുത്രനോട് പരന്തപനായ വിശ്വാമിത്രൻ സവിനയം എല്ലാം കുശലമായി തന്നെയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.